ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് താറാവ് മപ്പാസാണ്. അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. താറാവ്, വെളിച്ചെണ്ണ, കടുക്, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, ഇഞ്ചി, ഉപ്പ്, കിഴങ്ങ്, സവാള, കുരുമുളക് പൊടി, ഗരം മസാല, തേങ്ങാപ്പാൽ, രണ്ടാം പാലാണ്, ഇത് ഒന്നാം പാല്. ഇനി നമുക്ക് വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കാം. അടുത്ത ഇഞ്ചി ചതച്ചെടുക്കാം. ഇനി നമുക്ക് കുക്കറെടുത്ത് താറാവിനെ ഇട്ട് കൊടുക്കാം. അതിനകത്തേക്ക് ഇനി നമുക്ക് ആവശ്യത്തിന് ഇഞ്ചി ചതച്ചിട്ട് കൊടുക്കാം. അടുത്ത് നമുക്ക് വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കാം. അടുത്ത ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പ്. അടുത്തതിന് പച്ചമുളക് ആഡ് ചെയ്യാം. കുറച്ച് കറിവേപ്പില ഇടാം. ഇനി നമുക്കിതൊന്ന് നന്നായി പുരട്ടി കൊടുക്കാം. നമുക്ക് അടുപ്പ് കത്തിച്ച് ഇത് അടുപ്പിൽ വെക്കാം. ഇനി കുക്കർ അടയ്ക്കാം. അടച്ച് നമുക്ക് ഒരു വിസിൽ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. നമ്മൾ വേറൊരു കുക്കർ എടുത്തിട്ട് കിഴങ്ങ് നമുക്ക് പുഴുങ്ങിയെടുക്കാം. കിഴങ്ങിനകത്ത് ഇച്ചിരി ഉപ്പും കുറച്ച് വെള്ളവും കൂടെ നമുക്ക് ആഡ് ചെയ്യാം അതിനകത്ത്. അത് കഴിഞ്ഞ് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം. നമുക്ക് ഇനി നമ്മൾ കുക്കർ അടച്ച് ഒരു വിസിൽ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് ചട്ടി വെക്കാം. ഞാനിവിടെ വലിയ ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഉരുളി ചൂടായി ഇതിനകത്ത് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കടുകിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് നമുക്ക് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് സവാള ആഡ് ചെയ്യാം. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായി വഴണ്ടി വന്നിട്ട് നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനൊരു 3 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത്. നല്ലപോലെ വഴറ്റാം. ഇനി നമുക്ക് ഗരം മസാല കുറച്ചിട്ട് കൊടുക്കാം. അത് 2 ടീസ്പൂണാണ് ഇട്ടിരിക്കുന്നത് ഗരം മസാല. നമുക്ക് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. വഴറ്റി കഴിഞ്ഞിട്ട് നമ്മൾ കിഴങ്ങ് പുഴുങ്ങി വെച്ചിരുന്നല്ലോ, അത് ഇതിനകത്ത് ആഡ് ചെയ്യാം. എന്നിട്ട് അത് നന്നായി ഇളക്കാം. കിഴങ്ങ് നമ്മളൊന്ന് വഴറ്റി കഴിഞ്ഞ് നമ്മളിനിയും വേവിച്ച് വെച്ച താറാവിനെ ഇതിനകത്തേക്ക് ഒഴിക്കാം. ഞാൻ വെള്ളം ഒട്ടും ചേർക്കാതെയാണ് താറാവ് വേവിച്ചെടുത്തത്. അതിനകത്ത് വെള്ളവും നെയ്യും എല്ലാം കൂടിയാണ് ഈ വെള്ളമായിട്ട് കാണുന്നത്. ഇതിനെ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ രണ്ടാം പാല് തേങ്ങാപ്പാൽ രണ്ടാം പാൽ ഒഴിച്ച് ഒന്ന് ഇളക്കി അത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമ്മൾ ഇല വെച്ചിട്ട് ഒന്ന് മൂടി വെക്കാം. എന്നിട്ട് വേവിക്കാം. ഇത് വെന്തോന്ന് നോക്കാം. നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട് രണ്ടാം പാല്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കാം.
ഉപ്പില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് ഗരം മസാല, ഞാൻ പെരുംജീരകവും ഗ്രാമ്പും കൂടി പൊടിച്ചതാണ് ഉപയോഗിക്കുന്നത്. ആദ്യം ഗരം മസാല ഇട്ടിട്ടുണ്ടായിരുന്നു, ഇത് ഞാൻ ജസ്റ്റ് ഫ്ലേവറിന് വേണ്ടി ഇടുന്നതാണ്. ഇനി നമ്മൾ 1-ാം പാൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 1-ാം പാൽ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് നമ്മൾ തിളപ്പിക്കില്ല, ഒന്ന് നമ്മൾ ഇളക്കി വയ്ക്കാം. നല്ല രീതിയിലൊന്ന് ഇളക്കിയിട്ട് ശേഷം നമുക്ക് ഇല വെച്ചിട്ട് മൂടി വയ്ക്കാം. ഇപ്പം നമ്മുടെ താറാവ് കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്കൊന്ന് ഇളക്കി എടുക്കാം. ഇനി നമുക്ക് നന്നായി കറിവേപ്പില വിതറി കൊടുക്കാം മുകളിൽ കൂടെ. ഇനി ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്നുണ്ട്, പച്ച വെളിച്ചെണ്ണയാണ്. അപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇല വെച്ചിട്ട് മൂടിയോടെ വയ്ക്കാം. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത്. അപ്പം നമ്മളുടെ താറാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.